ഹലോ എവ്രി വൺ. ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതാണ് ബർമിംഗ്ഹാം വഴി. ബർമിംഗ്ഹാം സിറ്റിയാണത് കേട്ടോ. ബർമിംഗ്ഹാം ടൗൺ നല്ല രസമുണ്ട് കാണാൻ. സിറ്റി കാണാനായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് തന്നെയാണ് പോയത്. നല്ല രസമുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ട് ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മളുടെ മുംബൈയും ബാംഗ്ലൂരും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അതുപോലെയൊക്കെ തന്നെ. പക്ഷെ അതിൻ്റെ നീറ്റ്നെസ്സും ആ ഒരു ഡിസൈനും ഒക്കെ കാണുമ്പോൾ ഭംഗിയുണ്ട്. അതാണ് ബർമിംഗ്ഹാം സിറ്റി. പിന്നെ എന്തോ പറയാൻ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ. അത്രയേ ഉള്ളൂ പറയാൻ. സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതാണ് ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. ബർമിംഗ്ഹാം സിറ്റി ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇതൊന്നും രാത്രി ആയിട്ടില്ല കേട്ടോ. ഒരു ആഫ്റ്റർനൂൺ ടൈമാണ്. പക്ഷെ മഴ പെയ്തതുകൊണ്ട് അവിടെ ക്ലൗഡി ആയിപ്പോയി. അപ്പോൾ ഭയങ്കര ശരിക്കും ഡേ ടൈമാണിത്. അങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ മഴയത്ത് നല്ലൊരു ട്രിപ്പെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. നമ്മളൊരുപാട് പൈസയൊന്നും സ്പെൻഡ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് എ ഡ്രൈവ്, അതൊരു നല്ല സുഖമുള്ള കാഴ്ചകളാണ്. അത് സൈഡിലിരിക്കുന്ന ആളുകൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. റോഡ് കോൺസെൻട്രേറ്റ് ചെയ്യണം, റൂൾസ് പാലിക്കണം. പക്ഷേ ഈസിയാണ് ഡ്രൈവിങ് കേട്ടോ. മീൻസ് നാട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ ചിന്നാഭിന്നം അങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പ്രോപ്പർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഭംഗിയായിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ നല്ലോണം ആസ്വദിച്ച് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോരോ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടാലറിയാം. ആ നാട്ടുകാരേ അല്ല, മിക്കതും മലയാളികളായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അനദർ കൺട്രി ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ നന്നായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പക്ഷെ കൂടെ ഇരിക്കുന്ന ആളുകളും നല്ലതാണെങ്കിൽ ഡ്രൈവേഴ്സിനും എൻജോയ്